പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ ഒരു UPS ഉണ്ടെങ്കിൽ നമ്മൾക്ക് കാറിൽ ലാപ്ടോപ്പ് ചാർജറായിട്ട്, അതായത് കാർ ഇൻവെർട്ടറായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പഴയ UPS ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 600 VA ആണ്. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ വീടുകളിൽ മിക്കവാറും പഴയ ഡെസ്ക്ടോപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. മിക്കവാറും 1-2 വർഷങ്ങളൊക്കെ കഴിയുമ്പം ഇതിൻ്റെ ബാറ്ററിയാണ് ഡാമേജ് ആകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സൈഡാക്കിയിട്ടുണ്ടായിരിക്കും. ഇത്തരം സാധനങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ആക്രിക്ക് കൊടുക്കാതിരിക്കുക. പിന്നീട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുക, ഒരു ട്രാൻസ്ഫോമറുണ്ട്, അതിൻ്റെ ഒരു ഡ്രൈവർ ബോർഡും ഉണ്ട്. ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററിയിലോട്ട് പോകുന്ന വയർ ഒന്ന് റെഡായിരിക്കും, ഒന്ന് ബ്ലാക്ക് ആയിരിക്കും. അതിൽ ഒരു 1.5 സ്ക്വയർ mm ഉള്ള സാധാരണ വയറിങ്ങിന് ഉപയോഗിക്കുന്ന നല്ല തിക്നെസ് ഉള്ള വയർ എടുക്കണം. ഒരിക്കലും തീരെ 0.5 സ്ക്വയർ mm ചെറിയ വയറുകളൊന്നും എടുക്കരുത്. നീളം കൂടുന്നതനുസരിച്ച് നല്ല 2 സ്ക്വയർ mm വയറുകളൊക്കെ എടുക്കണം. ചെറിയ ലെങ്തൊക്കെ ആണെങ്കിൽ 1.5 സ്ക്വയർ mm വയറൊക്കെ മതി. അപ്പോൾ നോക്കുക, ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഇതിനകത്ത് കത്തിപ്പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സാധ്യതയില്ല. മെയിനായിട്ട് പ്രോബ്ലം വരുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. മാക്സിമം ഒരു 2 വർഷം വരെയൊക്കെ ഓടും, അതിനുശേഷം ബാറ്ററി പോകുന്നതായിരിക്കും. പിന്നീട് ആ ബാറ്ററി റീപ്ലേസ് ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇതിൻ്റെ വില ഏകദേശം ഒരു 2500 രൂപ 3000 റേഞ്ചിലായിരിക്കും. പക്ഷേ ബാറ്ററിയുടെ വില തന്നെ ഉണ്ടായിരിക്കും ഏകദേശം ഒരു 1000 രൂപ. 12 വോൾട്ട് 7Hൻ്റെ ബാറ്ററി ആയിരിക്കും. അപ്പോൾ ഇതിൽ മാക്സിമം പ്രോബ്ലം വരാവുന്നത് ഏത് UPS ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ റിലേകളൊക്കെ ഉണ്ടാവും. ചില റെയർ കമ്പനികളിൽ ഒരു റിലേ ഒക്കെ ഉണ്ടാവും. ആ റിലേ ആയിരിക്കും പ്രോബ്ലം. ഇത് മിക്കവാറും ഒരു റിലേ എപ്പോഴും ലൈനിൽ കിടക്കുന്നതായിരിക്കും. അങ്ങനെ ഇതിൻ്റെ കോയിൽ ഡാമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ കോണ്ടാക്ട്സുകളൊക്കെ കോണ്ടാക്റ്റിൽ ഇത് കോണ്ടാക്റ്റ് വർക്കായി കോണ്ടാക്ട്സിൽ ക്ലാവൊക്കെ പിടിച്ച് അത് പ്രോപ്പറായിട്ട് വർക്കാകാതെ വരും. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ഇതിൽ വരത്തുള്ളൂ. അതങ്ങ് റീപ്ലേസ് ചെയ്ത് വിട്ടാൽ മതി. ഈ റിലേ ആണെങ്കിൽ ഇതിന് ഒരു 25 രൂപയേ ആകത്തുള്ളൂ. അപ്പോൾ വേറെ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട്, വേറെ സോൾഡറിങ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഈ രീതിയിൽ 2 വയറുകൾ മാത്രം എടുത്താൽ മതി. പിന്നെ ഈ പവർ ലൈന് ഇതങ്ങ് കട്ട് ചെയ്ത് വിട്ടേക്കുക. വേറെ ഇതെനിക്കിപ്പം നമ്മളിത് വേറെ ഒരു ബോക്സിലോട്ട് നമ്മൾ മൊത്തമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രാൻസ്ഫോമറും ഇത് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോഴിനി നമ്മൾക്ക് ഇതിന് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇനി നമ്മൾക്ക് പവർ കൊടുക്കാം. അപ്പോൾ ഈ വണ്ടി ടാറ്റ നാനോ ആണ്. ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കാറുകളൊക്കെ ആണെങ്കിൽ DC പോർട്ട് ഉണ്ടെങ്കിൽ ആ DC പോർട്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. കറണ്ട് കപ്പാസിറ്റി ഒരു 10 amps ഉള്ള DC പോർട്ട് ആയിരിക്കണം. അതേപോലെ തന്നെ ഈ രീതിയിലെ ബാറ്ററിയിൽ നിന്ന് നിങ്ങൾ വയറെടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഫ്യൂസ് ഉപയോഗിച്ചിരിക്കണം. ഇത് 20 രൂപയ്ക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ കടകളിലൊക്കെ കിട്ടും. ഈ രീതിയിൽ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 amps ഫ്യൂസ് ആയിരിക്കണം ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ DC പോർട്ട് ആണെങ്കിലും അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലും ഫ്യൂസ് ഉണ്ടാവും. അത് 10 amps ആയിരിക്കണം ആ ഫ്യൂസിൻ്റെ കപ്പാസിറ്റി. അതേപോലെ തന്നെ യൂസർ മാനുവൽ ചെക്ക് ചെയ്തിരിക്കണം അതിൻ്റെ മാക്സിമം കറണ്ട് കപ്പാസിറ്റി എന്താണെന്നുള്ളത്. ഇപ്പോൾ DC പോർട്ട് ഉള്ളതാണെങ്കിൽ അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്തിട്ട് ഈ രീതിയിൽ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ രീതിയിൽ എക്സ്ട്രാ ഒരു വയർ ബാറ്ററിയിൽ നിന്ന് ഫ്യൂസ് കൊടുത്തതിന് ശേഷം എന്താവശ്യത്തിനും നിങ്ങളൊരു പവർ ലൈന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഫ്യൂസ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. അതേപോലെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസ് എന്താണോ അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി അറിഞ്ഞ് അതിന് പാകമാവുന്ന ഫ്യൂസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴിനി നമ്മൾക്ക് പവർ കൊടുത്ത് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ UPS വർക്കിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബസ്സറുണ്ട്. ബസ്സർ ഞാനൊരു ടേപ്പ് വെച്ച് അതിൻ്റെ മുകളിലൊരു ചെറിയ ഹോളുണ്ട്, അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വർക്കായിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബീപ്പ് സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴത് നമ്മൾക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോഴൊരു ടേപ്പ് വെച്ച് അത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇനി ഒരു ചെറിയ രീതിയിൽ മാത്രം ചെറിയൊരു സൗണ്ട് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ്
ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഈ ട്രാൻസ്ഫോമറും ഈ PCB മാത്രം ഇതിനകത്ത് നിന്ന് അഴിച്ചെടുത്ത് ഈ കൺട്രോളുകളെല്ലാം ഒറ്റ ബോക്സിലോട്ടാക്കാൻ വേണ്ടിയാണ്. വേറെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് സീറ്റിൻ്റെ ആ ഭാഗത്ത് അടിയിൽ വെക്കാൻ പാകത്തിന് ഞാനൊരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ലാപ്ടോപ്പ് നല്ല രീതിയിൽ ചാർജ് ആകുന്നുണ്ട്. സാധാരണ നമ്മൾ പവർ AC എങ്ങനെ കണക്ട് ചെയ്തിട്ട് ചാർജ് ആകുന്നോ അതേ രീതിയിൽ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത്തരത്തിലുള്ള UPSന് എത്ര ലോഡ് വരെ കണക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇത് 600 VAയുടെ UPS ആണ്. ഇതൊരു മാക്സിമം ഈ സൈസിൽ വരുന്ന എല്ലാം ഒരു 600 അല്ലെങ്കിൽ ഒരു 750 VAയുടെ വരെയൊക്കെയാണ് എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ 600 VA എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 300 വാട്ട്സ് വരെ നമ്മൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പുകളെല്ലാം നിങ്ങൾ ഒരു 100 വാട്ടിൻ്റെ താഴെ അതിൻ്റെ റേറ്റിംഗ് വരത്തുള്ളൂ, ചാർജിൻ്റെ റേറ്റിംഗ്. അപ്പോൾ ഒരു ലാപ്ടോപ്പും ഒരു മൊബൈലും 100 വാട്ട് പ്ലസ് ഒരു മാക്സിമം ഒരു 20 വാട്ട് 120 വാട്ട്സ് മാത്രമേ നമ്മൾക്ക് ആകത്തുള്ളൂ ഒരു ലാപ്ടോപ്പും ഒരു മൊബൈലും കൂടി ഒരുമിച്ച് വർക്കാവുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. VA റേറ്റിംഗ് എത്രയാണോ അതിൻ്റെ പകുതി വാട്ട്സ് അങ്ങ് നമ്മൾക്ക് സുഖമായിട്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ വണ്ടിയിൽ വയ്ക്കുന്ന UPS അല്ലെങ്കിൽ ഇൻവെർട്ടറൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു 3000 രൂപയെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ഓർക്കുക, വെറുതെ വയറൊക്കെ പിരിച്ചു കെട്ടി ചെയ്യാതെ എല്ലാം കൃത്യമായിട്ട് ഇൻസുലേഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല കറണ്ട് റേറ്റിംഗ് എത്രയൊക്കെയാണെന്ന് അറിഞ്ഞ് നല്ല രീതിയിലുള്ള വയറുകളൊക്കെ ഉപയോഗിച്ച് മാത്രം ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കുക, ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് മാക്സിമം അപ് ടു ഒരു 10 amps തരുന്ന DC പോർട്ട് ആണെങ്കിൽ മാത്രം ഇത് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ബാറ്ററിയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു വയർ വിത്ത് ഫ്യൂസോടുകൂടി 10 amps ഉള്ളൊരു ഫ്യൂസ് കണക്ട് ചെയ്തതിന് മാത്രം അതിന് മാത്രം നിങ്ങൾ ഇതിന് പവറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതൊക്കെ വണ്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഈ AC പവറൊക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ ഇൻസുലേഷനൊക്കെ ചെയ്ത് നല്ല ഒരു സീറ്റിൻ്റെ ഇടയിലോ നല്ല പെട്ടെന്നൊന്നും നമ്മൾക്ക് കാല് തട്ടുമ്പോൾ അനങ്ങാത്തൊക്കെ സ്ഥലങ്ങളിലൊക്കെ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ആ ഒരു ബോക്സിലോട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്കിതിൻ്റെ കൂടെ ഇനി കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇവിടെ DC പോർട്ടും അതേപോലെ തന്നെ ഒരുപാട് സ്വിച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ വണ്ടിയുടെ ബാറ്ററിയിലോട്ട് ഇതിന് വേറൊരു ബാറ്ററിയും കൂടി വയ്ക്കുന്നുണ്ട്. വണ്ടിയുടെ ബാറ്ററീനെ നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ വണ്ടി റണ്ണിങ് ടൈമിൽ ഈ ലാപ്ടോപ്പ് ചാർജിങ്ങിന് ഇടുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി തീർന്നതിന് ശേഷം നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കറണ്ട് എടുക്കും. ഇപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണിങ് ടൈമിൽ ചാർജിങ്ങിൽ ഇട്ടതിന് ശേഷം നമ്മൾക്ക് വണ്ടി നിർത്തിയിടുന്ന സമയങ്ങളിൽ നമ്മൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്കൊരു കറണ്ട് എടുക്കത്തില്ല. അതേ നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ ഏകദേശം ബാറ്ററി ഒരു 50% താഴെയാണെങ്കിൽ നമ്മൾ വണ്ടി റണ്ണിങ് അല്ലാത്ത സമയങ്ങളിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കറണ്ട് എടുക്കുകയും നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആകാനുള്ള സാധ്യത കുറേ കൂടുതലാണ്. അതേപോലെ തന്നെ ഒരുപാട് സമയം ഒരു 3-4 മണിക്കൂറൊക്കെ സുഖമായിട്ട് നമ്മുടെ വണ്ടികൾ മിനിമം ഒരു 35 AHൻ്റെ ബാറ്ററി ഉണ്ടാവും. 3-4 മണിക്കൂറൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റണ്ണിങ് ടൈമിൽ ചാർജ് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ഒരു 5 മണിക്കൂറൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഈ ലാപ്ടോപ്പിൻ്റെ കറണ്ട് എടുക്കുന്നത് വളരെ കുറവ് മാത്രമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംശയമുള്ളവർക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്.